എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് റിവ്യൂ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ യാദർശികമായി ചിലത് സംഭവിക്കുന്നു എന്താണെന്ന് നമുക്ക് നോക്കാം. ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൂക്കളം ഫയലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായിട്ടും ജീവിതം എപ്പോഴും ഒരു ആഘോഷമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. എല്ലാവരെയും പോലെ അല്ല നിങ്ങളുടെ സ്വപ്നങ്ങൾ. എല്ലാവരും ചെറിയ ചെറിയ സ്വപ്നങ്ങൾ കണ്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ജീവിക്കാൻ നോക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ എക്കാലത്തും വളരെ വലുതായിരിക്കും. എന്നെന്നും ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്. ആർക്കും കയ്യെത്തിപ്പിടിക്കാൻ തോന്നാത്ത, ആർക്കും കയ്യെത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരങ്ങളിൽ ജീവിതത്തിൽ സ്വപ്നം കാണാൻ നിങ്ങൾ എന്നെന്നും ആഗ്രഹിക്കുന്നു. ആ സ്വപ്നങ്ങളിലേക്ക് പുറകെയുള്ളൊരു യാത്ര തന്നെയാണ് നിങ്ങളുടെ ജീവിതം. പലപ്പോഴും തനിക്ക് നേടേണ്ടത് എന്താണെന്ന് കൃത്യമായ കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ട്. അങ്ങനെ നിങ്ങൾ കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ സ്വപ്നം കാണുന്നതിൻ്റെ തോതനുസരിച്ച് ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള തീരുമാനങ്ങൾ, ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഉണ്ടായാൽ തന്നെ അതിൻ്റെ പകുതിയോ കാഭാഗമോ കഴിയുമ്പോൾ നിങ്ങളത് ഒഴിവാക്കി പോവുകയും ചെയ്യുന്നു. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് പോയിരുന്നെങ്കിൽ, നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് മുന്നേറിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു. വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങളിലൂടെ നിങ്ങൾക്ക് വിജയിക്കാനും കഴിയുമായിരുന്നു. എത്ര പോസിറ്റീവായിട്ടുള്ള ജീവിതം നിങ്ങൾ നയിച്ചു, എത്ര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോയി. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള മുന്നേറ്റങ്ങൾ, ഒരുപാട് തരത്തിലുള്ള വികസനങ്ങൾ ഒക്കെ ഉണ്ടായി. എല്ലാ കാലത്തും എല്ലാ പ്രശ്നങ്ങളിലും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ നയതന്ത്രപരമായ ശൈലിയൊക്കെ നല്ലത് തന്നെ. പക്ഷേ ജീവിതത്തിലെ സ്വപ്നങ്ങൾ മുഴുവൻ യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്തതിൻ്റെ ഒരു ദുഃഖം നിങ്ങളിൽ എപ്പോഴും ഉണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ദുഃഖം ഉണ്ടായെന്ന് ചോദിച്ചാൽ, സ്വപ്ന സാഫല്യങ്ങൾ അല്ലെങ്കിൽ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് ചെറുതായിട്ട് നടത്തിയിരുന്നെങ്കിൽ, വലിയ തോതിലല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങൾ ഇതിനകം തന്നെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു, ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി. പക്ഷേ ഏറ്റവും വലിയൊരു പ്രത്യേകത, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ആഘോഷത്തിന് സമയമായിരിക്കുന്നു. ഏത് സ്വപ്നങ്ങളാണോ നിങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിച്ചത്, അതിനേക്കാൾ വലിയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാൻ പോകുന്ന തരത്തിൽ നിങ്ങൾക്ക് വളർച്ച ഈശ്വരൻ നൽകുന്നു. നിങ്ങളുടെ പോസിറ്റീവ് എനർജി നൽകുന്നു. അതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങൾക്ക് സാധ്യമാകുന്നു. ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങളുണ്ടാക്കി, ജീവിതത്തിൽ വലിയ വളർച്ചകളുണ്ടാക്കി മുന്നോട്ട് പോയി ജീവിതത്തിൽ ഉടൻ തന്നെ ഒരു നേട്ടം നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ എനിക്കത് യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളഞ്ഞൊരു കാര്യം നടക്കാൻ പോകുന്നു, യാഥാർത്ഥ്യമാകാൻ പോകുന്നു. അതിൻ്റെ പൂക്കളം അല്ലെങ്കിൽ അതിനുള്ള പൂ വിരിച്ചു കഴിഞ്ഞു നിങ്ങളുടെ പാതയിൽ. അടുത്തതായിട്ട് രണ്ടാമത്തെ പൈലായ ഹൃദയ ചിഹ്നം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ ലക്ഷ്യവും നിങ്ങളുടെ ഇഷ്ടവും പ്രണയം തന്നെയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ്. ആ വ്യക്തിയുടെ ഏറ്റവും ആത്മാർത്ഥപരമായ സ്നേഹവും ഇഷ്ടവും എന്നെന്നും നിങ്ങൾക്ക് ലഭിക്കുക. അതിൽ കവിഞ്ഞ ഒരു സ്വത്ത്, ഒരു സ്ഥാനം, ഒരു അധികാരം, ഒരു സാമ്പത്തിക നില ഒന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി. നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ഒരാളെ ഇഷ്ടപ്പെടുകയോ സ്നേഹിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന വ്യക്തിയല്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പറഞ്ഞ്, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആവശ്യപ്പെട്ട്
നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ച ഒരു വ്യക്തി, ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. തീർത്തും ന്യായമായ ഒരാഗ്രഹമാണത്. പക്ഷേ ചില തടസ്സങ്ങൾ അതിലുണ്ടായിട്ടുണ്ട്. നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴേക്കും എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാവുന്നു. ആദ്യത്തെ പ്രതിസന്ധിയും പ്രശ്നമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചില ധൃതി പിടിക്കലുകളോ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചില സംസാരമോ പ്രവൃത്തിയോ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങൾ ഇട്ടിട്ടുണ്ടായിരിക്കും. ആ വ്യക്തി നിങ്ങളുടെ ചില സംസാരങ്ങളും പെരുമാറ്റങ്ങളും തെറ്റായി ധരിക്കുന്നു. അങ്ങനെ തെറ്റായി ധരിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ ചില തരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉടലെടുക്കുന്നു. ആ പ്രതിസന്ധി നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിലുള്ള നല്ല ജീവിതത്തിനെയൊക്കെ ബാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാര്യം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇതിനിടയിൽ ഉണ്ടാകുന്ന ചില ദുഃഖങ്ങൾ, ഇതിനിടയിലുണ്ടാകുന്ന ചില പ്രതിസന്ധികൾ, അത് തരണം ചെയ്യാനും അത് മാറ്റി മുന്നോട്ട് പോകാനും സാധിക്കാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. ഇതിനിടയിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തെ ബാധിക്കുന്നു. ഒരുമിച്ച് രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടം. നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇഷ്ടം, ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടം. ആ വ്യക്തിക്ക് കുറച്ച് ഓവർ ഇഷ്ടമുണ്ട്. പക്ഷേ ആ ഓവർ ഇഷ്ടങ്ങളും ഓവർ പെരുമാറ്റങ്ങളും ഒരുപക്ഷെ നിങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. നിങ്ങളുടെ വാക്ക് ചിലപ്പോൾ ആ വ്യക്തിക്ക് തെറ്റിദ്ധരിക്കാൻ തിരിച്ചും വരാം. അങ്ങനെ ചെറിയ ചെറിയ ചില പ്രശ്നങ്ങൾ രണ്ടുപേർക്കും അറിയാം. ഞങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, ഒരുമിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നു, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും തളർന്നു പോകാതെ മാറിപ്പോകാതെ എന്നെന്നും നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അപ്പോഴും പ്രതിസന്ധികൾ നിങ്ങൾ രണ്ടുപേരെയും നേരിടുന്നു, അല്ലെങ്കിൽ പ്രതിസന്ധികൾ നിങ്ങൾ രണ്ടുപേർക്കും ഉണ്ടാകുന്നു. അത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ വിഷമങ്ങളുടെയൊക്കെ കാലം അവസാനിക്കുകയാണ്. പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ച് പ്രതിസന്ധികളില്ലായ്മ ചെയ്തുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരവസരം നിങ്ങൾക്ക് ജീവിതത്തിൽ വരുന്നു. എല്ലാ പ്രതിസന്ധികളെയും തച്ചുടച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെ പ്രണയം പൂക്കുന്നൊരു കാലഘട്ടം ഉണ്ടാകുകയാണ്. ഇഷ്ടം നിങ്ങൾ പരസ്പരം അറിയാൻ പോവുകയാണ്. വെറുതെ അല്ല തങ്ങൾ സ്നേഹിച്ചത്, വെറുതെ അല്ല ഞങ്ങൾ ഇഷ്ടപ്പെട്ടത്. ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അഗാധമായ സ്നേഹം ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ പിണക്കങ്ങൾ ആ സ്നേഹത്തിന് ഒരു തട്ടലും മുട്ടലും വരുത്തണ്ട. അങ്ങനെയുള്ള തട്ടലും മുട്ടലും ഇനി സാധ്യമല്ല. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഒരു തരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും അകപ്പെട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതിസന്ധിയിൽ അകപ്പെട്ട് നിങ്ങളില്ലാതെ പോകണ്ട. നിങ്ങൾ പരസ്പരം അറിയുന്ന മനസ്സിലാക്കുന്ന നിമിഷം വരികയാണ്. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉത്തേജകം പകരുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.